ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരബലവുമായ ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? കേശവൻ നായർ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനത്തിലെ വാക്കുകൾ ഇവിടെ കടമെടുക്കുന്നു. ജന്മദിനാശംസകൾ. നിന്റെ ജന്മദിനം പ്രകൃതി പോലും ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് പെയ്ത മഴയ്ക്ക് പ്രണയത്തിന്റെ ഭാഷയായിരുന്നു. കാർമേഘത്താൽ മൂടിക്കെട്ടിയ എൻ്റെ മനസ്സിലേക്ക് സ്നേഹത്തിന്റെ മഴയായി പെയ്തവർ. ചവിട്ടി പൊളിക്കണ്ടാ, ഇതാ വരുന്നു. എന്തളിയാ തുറക്കാത്ര താമസം? ഹേയ്, ഒന്നുമില്ലളിയാ. ഒന്നുമില്ലേ മോനെ കിരണേ, നീ എന്തിനാടാ കിടന്നുരുളുന്നത്? ഒന്ന് പോടാ. നീ എന്താ ഈ നേരത്ത് ഇവിടെ? അതെന്തളിയാ, ഞാൻ ഈ സമയത്ത് വന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഈ നേരത്ത് ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഓ, ഞാൻ വന്നാൽ കാര്യമുണ്ട്, അത് പറയാം. അതിരിക്കട്ടെ, അളിയൻ എന്തുള്ള പരിപാടി? നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പൊളിച്ചല്ല. അപ്പൊ ചെലവ് എന്ത് ഗിഫ്റ്റ് അളിയൻ കൊടുക്കാൻ പോകുന്നത്? പ്രേമലേഖനം. പ്രേമലേഖനം ബെസ്റ്റ്. ഇപ്പോഴത്തെ കാലത്ത് ആരളിയാ ഈ പ്രേമലേഖനമൊക്കെ കൊടുക്കുന്നത്? നീ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്ക്, ഈ പ്രേമലേഖനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പെണ്ണത് വലിച്ചിരിച്ച് ഔട്ട്പുട്ടിലിടും. അല്ലാതെ തന്നെ എന്തുണ്ടാവാനാ? അളിയ, പ്രണയത്തിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് പ്രേമലേഖനം തന്നെ വേണം. കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയം തുടങ്ങിയതും ഇതുപോലൊരു പ്രേമലേഖനത്തിൽ നിന്നായിരുന്നല്ലോ. അളിയ, അവള് വിളിക്കരുത്, മീറ്റ് സെറ്റ് ചെയ്ത് എന്നാ പോട്ടെ അളിയ. അവൻ്റെ ഒരു ദിവ്യ പ്രണയം പ്രേമലേഖന. ഇന്ന് കണ്ടതില്ലല്ലോ, എവിടെയായിരുന്നു? ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ക്ലാസ്സിലൊരു ഫംഗ്ഷൻ ഉണ്ട്. തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്കൊന്ന് നടന്നു തന്നാലോ? പൂജ, പ്രേമലേഖനോ? ഇപ്പോഴത്തെ കാലത്ത് ആരളിയാ ഈ പ്രേമലേഖനമൊക്കെ കൊടുക്കുന്നത്? നീ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്ക്, ഈ പ്രേമലേഖനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പെണ്ണത് വലിച്ചിരിച്ച് ഔട്ട്പുട്ടിലിടും. ഇനി ഞാനൊരു പഴഞ്ചനാണെന്ന് അവൾക്ക് തോന്നിക്കാണുമോ എന്തോ. പിറന്നാൾ ദിനത്തിൽ ആദ്യമായി കൊടുത്ത സമ്മാനം പ്രേമലേഖനം.
പറ്റി? കേശവൻ നായർക്കൊരു വിഷാദഭാവം. കേശവൻ നായരോ? ദിവസവും ഒരു കട്ടൻ ചായ ശമ്പളമായി തരാമെങ്കിൽ ഭവാനി മധ്യസുന്ദരമായി പ്രണയിക്കുന്ന ജോലി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്.